എല്ലാവർക്കും സുഖമല്ലേ? നമ്മളൊരു പുതിയ ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൂസ് പറഞ്ഞ പോലെ തന്നെ മണം അങ്ങോട്ട് തുളച്ച് കയറുന്ന ഒരടിപൊളി അടാർ ഗ്രീൻ ചില്ലി ചിക്കനാണ് കേട്ടോ. അതായത് ഒരു ആന്ധ്ര സ്റ്റൈലാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. ആന്ധ്ര സ്റ്റൈൽ ഗ്രീൻ ചില്ലി ചിക്കനാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഐറ്റം. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ചില്ലിയാണ് ഇതിൻ്റെ മെയിൻ താരം. അപ്പോൾ ഒരു 8 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വലുപ്പവും കുഞ്ഞിതായിട്ടുള്ളൊരു ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 8-10, ഞാനിത് 2ആയിട്ട് അരിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഗാർലിക് ഇത്ര തോന്നുന്നു. ഒരു 8-10 ഗാർലിക്ക് മതി, അതായത് വെളുത്തുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഒരു സവാള. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ മല്ലിയില, മല്ലിച്ചെപ്പ് എന്നൊക്കെ പറയില്ലേ, മല്ലിയില, കൊറിയൻഡർ ലീഫ്, അതാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പക്ഷേ കുറച്ച് ആൾക്കാരും കൂടി ഇതിലേക്ക് വരാനുണ്ട് കേട്ടോ. ഞാൻ ഇതിന്ന് 2 പച്ചമുളക് എടുത്ത് മാറ്റുകയാണ്, കാരണം ഇത് നമുക്ക് ലാസ്റ്റ് ഇടാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക ചെയ്തോളൂ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ മല്ലിച്ചെപ്പ്, ഇതാണ് നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ വരാനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വരുന്ന വഴിയേ കാണാമേ. അപ്പോൾ നമ്മുടെ ഇത് അരയ്ക്കാനായിട്ട് പോകുന്ന നേരം നമുക്ക് ചിക്കൻ കാണിക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ഒരു നീളത്തിലല്ല അരിഞ്ഞിരിക്കണത്, സ്ക്വയർ ടൈപ്പ്, ക്യൂബും അല്ല, അങ്ങനെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. കറിവേപ്പിലയും ആ 2 പച്ചമുളകും നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാമേ. അപ്പോൾ നമ്മളെടുത്ത ചിക്കൻ ഒരു 3/4 കിലോ ഉണ്ട്. അപ്പോൾ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ വേറെ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ഗ്രീൻ ചില്ലി ചിക്കനാണല്ലോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി അരച്ചെടുക്കണേ. അപ്പോൾ നല്ല ഗ്രീൻ കളറിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർത്താം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ആദ്യം സ്പൂൺ വെച്ചൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പറ്റുന്നവരൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കൈ നന്നായിട്ട് ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ നല്ല നീറ്റലുണ്ടാവും. ഇത് നല്ല എരിവുള്ള മുളകായിരുന്നു കേട്ടോ, എൻ്റെ കൈ നന്നായിട്ട് നീറ്റലുണ്ടാവും. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 8 കാഷ്യൂനട്ടാണ് കേട്ടോ, കശുവണ്ടി. അത് നമ്മൾ നന്നായി അരച്ച് ചേർക്കണേ. അപ്പോൾ അത് അരയ്ക്കണം, അതിനുള്ള വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളൊരു ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് അരച്ചിട്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഫ്രൈയിങ് പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായി വന്ന ഫ്രൈയിങ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഏത് എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയ പാത്രമാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. അടിക്കട്ടിയുള്ള പാത്രം തന്നെ കേട്ടോ, പെട്ടെന്ന് ചൂടായി വരുന്നുണ്ട്. പുതിയ പാത്രമായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കൂടി ഞാൻ ഇതിലൂടെ നടത്തിയിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ ചിക്കൻ വെച്ചതിലൂടെ. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളി ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാമേ. വലിയ രീതിയിൽ ഗോൾഡൻ കളറായിട്ട് വരണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി ബ്രൗണിഷ് ആയാൽ മതി കേട്ടോ. അപ്പോൾ അത് വാടി നന്നായിട്ട് വഴറ്റി എടുക്കാം. ആ സമയത്ത് നമ്മൾ കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഷ്യൂനട്ട് നമ്മളിപ്പോൾ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അത് മാരിനേഷൻ കഴിഞ്ഞിട്ട് കണ്ടില്ല അല്ലേ. അപ്പോൾ ഇത് മാരിനേഷൻ കഴിഞ്ഞ ചിക്കനിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് അരച്ചതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ആക്ച്വലി നമുക്കിത് ഫസ്റ്റ് സൈഡ് തന്നെ ചെയ്യാമേ. നമ്മുടെ മല്ലിയില എല്ലാം കൂടെ അരച്ചില്ലേ, ആ സമയത്ത് തന്നെ നമുക്ക് കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം കേട്ടോ. ഞാനത് വെള്ളത്തിലിടാൻ മറന്നതുകൊണ്ടാണ് സെപ്പറേറ്റ് അരച്ച് ചേർത്തത്. ഇത് ഒന്നിച്ച് അരച്ച് ചേർക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തത് എങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്രീനിഷ്, ഒരു ചാണകപ്പച്ച കളറിലായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സവാള ഇവിടെ ഒരുവിധം ബ്രൗണിഷ് ആയിട്ടുണ്ട് കേട്ടോ. വലിയ സ്വർണ്ണ കളർ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഈ സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചിക്കനൊക്കെ എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് ഇടാം. അങ്ങനെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ട്രൈ ആയിരുന്നു, അടിപൊളിയായി, ഫാനായി മാറിയിട്ടുണ്ട് ഞാൻ. ആന്ധ്ര ചില്ലി ചിക്കൻ ഫാനായിട്ടുണ്ട് കേട്ടോ.
എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉടഞ്ഞു പോവും. അപ്പം നമുക്ക് ഇപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചേർത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അരപ്പിൻ്റെ ബാക്കി വെള്ളമില്ലേ അതും കൂടെ നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ. അതെല്ലാം കൂടെ നന്നായി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ശരിയാക്കാവേ. നന്നായിട്ടത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും പ്രോസസ്സ് തന്നെയുള്ളൂ, വേറെ ഇതിന് ഒന്നുമില്ല. ഒരുപാട് നേരം വഴറ്റി മസാല അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. ഇവിടെ മുളക് പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു രണ്ട് പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വരും വഴിയേ കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാമേ. വേറെ ഒന്നും ഇപ്പോൾ ഇനി ഇതിൽ ചെയ്യാനില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഇത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണേ. അപ്പോൾ ഇത് ഇങ്ങനെയുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു അര ഗ്ലാസ്സൊക്കെ ഒഴിച്ചാൽ മതി. ഞാൻ ഒരു 3/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ടാവും, കാരണം കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ, മസാലയൊക്കെ പിടിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത ശേഷം വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമുക്കിങ്ങനെ അടച്ചു വെച്ച് വേവിക്കാവേ. നമ്മുടെ ഇവിടുത്തെ ചിക്കൻ തമിഴ്നാട്ടിലെ ചിക്കൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് വേവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും മൂടി വെച്ചു. അതേ വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയായിട്ടുണ്ട്, കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ചെറുതായിട്ട് ഉപ്പ് കുറവ് തോന്നി, അപ്പം ഞാനൊരു 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പതുക്കെ ഇളക്കണം കേട്ടോ, ഉടഞ്ഞു പോരുതേ. നമ്മുടെ ചിക്കൻ ഇവിടെ ഉടയാൻ അത്ര ആയിട്ടില്ല, ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഉടയാതെ നോക്കിയിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വേവിച്ച് കഴിഞ്ഞ് വെച്ചാൽ സംഭവം സെറ്റ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച 2 പച്ചമുളകില്ലേ, അത് 4 പീസായിട്ട് 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം അധികം അങ്ങോട്ട് കാര്യമായിട്ട് ഇളക്കണ്ട കേട്ടോ, എല്ലാം കൂടെ ഉടഞ്ഞ് കഴിഞ്ഞ രൂപത്തിലാവും. അതൊന്നും ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആന്ധ്ര ചിക്കൻ ഇവിടെ റെഡിയായി. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അയ്യോ, മണം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മണമാണേ. അപ്പം നമുക്ക് എന്തായാലും ഒരു സെർവിങ് ഡിഷിലേക്ക് കുറച്ചായിട്ട് അത് പകർത്തി വെക്കാം കേട്ടോ. അപ്പോഴല്ലേ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ എടുത്ത് കഴിക്കാനൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആന്ധ്ര സ്റ്റൈൽ ഗ്രീൻ ചില്ലി കൊണ്ട് ഒരു ഗ്രീൻ ചില്ലി ചിക്കനാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും ഇതിനൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം.